ഹലോ എവ്രി വൺ. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ ഒരു സിമ്പിൾ റൈസ് റെസിപ്പി, നമ്മൾ ഒരുപാട് സോസോ ഇപ്പം സോയ് സോസോ അല്ലെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാതെ കുട്ടികൾക്ക് ജസ്റ്റ് ഒരു ചിക്കൻ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ കറിയുടെ കൂടെയോ സാധാ ഒരു റൈസ് മാത്രമല്ലാതെ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഇതായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ബേസിക്കലി ഫ്രൈഡ് റൈസ് ആണ്, പക്ഷേ ഫ്ലേവേർഡ് അല്ല. ഓക്കെ, അപ്പം അത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ കുറച്ച് മസാലാസൊക്കെ ഇട്ട് അതുപോലെ തന്നെ അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് വെള്ളം ബോയിൽ ചെയ്ത് ചോറ് അതിനകത്തോട്ട് വെച്ച് വേവിക്കാനായിട്ട് വേറൊരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തു. സോട്ട് ചെയ്യുക മാത്രമല്ല, ഞാൻ കുറച്ച് വലിയ ക്യൂബ്സായിട്ട് വെച്ചതുകൊണ്ട് തന്നെ നെയ്ക്കകത്ത് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതിലിടയ്ക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം വേവിക്കാനായിട്ട് വെക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ വേറൊരു പാൻ എടുത്തതിന് ശേഷം കുറച്ച് സവാള ഭയങ്കര നേർത്ത് കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്, ഷാലോ ഫ്രൈ. ആൻഡ് അതർ തിങ് ഇസ് ദാറ്റ് ഇതിപ്പോൾ 3 എണ്ണവും ഞാനിങ്ങനെ ഒരേപോലെയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റൈസ് ഇത്ര ക്വാണ്ടിറ്റി ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു പാനിൽ തന്നെ നിങ്ങൾക്ക് കുറച്ചായിട്ട് ഐറ്റംസ് സോർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2-3 ഇത് പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ്, റൈസിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ടാണ് ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ എടുത്ത് ഫ്രൈ ചെയ്യാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് സോർട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിനകത്തോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാഗിയുടെ ക്യൂബ്സ് ആഡ് ചെയ്യാം, സ്റ്റോക്കിങ്സ് ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സോയ് സോസും അതുപോലെ തന്നെ കെച്ചപ്പും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറേയും കൂടി ഇഷ്ടമാവും. പിന്നെ അത് ഓപ്ഷൻ ഇസ് ദാറ്റ് ഇതിൽ ചിക്കൻ ആഡ് ചെയ്യാം, ചിക്കൻ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ എഗ്ഗ് ആഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ഇതിനെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു റൈസിന് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഓൾട്ടർ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഒരു ബേസിക് റെസിപ്പിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കൈമ റൈസാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ബൈ.